ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര സ്വർഗരാജനിരൂപണമെൻ ഹൃദയവാഞ്ചയാം ദൈവദൂതർ കൂട്ടത്തിൽ എൻ സ്നേഹിതരെ കാണാം. സ്വർഗരാജനിരൂപണമെൻ ഹൃദയവാഞ്ചയാം ദൈവദൂതർ കൂട്ടത്തിൽ എൻ സ്നേഹിതരെ കാണാം. അങ്ങോ എന്നേക്കും വേർപിരിയാതെ ക്രിസ്തുവിൻ കൂടെ പാർക്കും നമ്മളെല്ലാം. അങ്ങോ എന്നേക്കും വേർപിരിയാതെ ക്രിസ്തുവിൻ കൂടെ പാർക്കും നമ്മളെല്ലാം. രക്ഷിതാവു രാജാവായി അതിക്കിൽ വാഴുന്നു. ഗീതം എത്ര ഇമ്പമായി എപ്പോഴും കേൾക്കുന്നു. രക്ഷിതാവു രാജാവായി അതിക്കിൽ വാഴുന്നു. ഗീതം എത്ര ഇമ്പമായി എപ്പോഴും കേൾക്കുന്നു. അങ്ങോ എന്നേക്കും വേർപിരിയാതെ ക്രിസ്തുവിൻ കൂടെ പാർക്കും നമ്മളെല്ലാം. അങ്ങോ എന്നേക്കും വേർപിരിയാതെ ക്രിസ്തുവിൻ കൂടെ പാർക്കും നമ്മളെല്ലാം. വിശുദ്ധരുടെ സംസർഗം വാടാത്ത കിരീടം ചൊല്ലിത്തിരത ആനന്ദം എത്ര വാഞ്ചിതം. വിശുദ്ധരുടെ സംസർഗം വാടാത്ത കിരീടം ചൊല്ലിത്തിരത ആനന്ദം എത്ര വാഞ്ചിതം. അങ്ങോ എന്നേക്കും വേർപിരിയാതെ ക്രിസ്തുവിൻ കൂടെ പാർക്കും നമ്മളെല്ലാം. അങ്ങോ എന്നേക്കും വേർപിരിയാതെ ക്രിസ്തുവിൻ കൂടെ പാർക്കും നമ്മളെല്ലാം. സ്വർഗരാജ്യമാകുവൻ വാഗ്ദത്ത നാടതിൽ എന്നാത്മാവെന്നു വീഴിപ്പാൻ കാക്ഷിക്കുന്നു എന്നിൽ. ഈ സ്വർഗരാജ്യമാകുവൻ വാഗ്ദത്ത നാടതിൽ എന്നാത്മാവെന്നു വീഴിപ്പാൻ കാക്ഷിക്കുന്നു എന്നിൽ. അങ്ങോ എന്നേക്കും വേർപിരിയാതെ ക്രിസ്തുവിൻ കൂടെ
കൂടെ പാർക്കും നമ്മളെല്ലാം. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വചനവുമായി നമുക്ക് വീണ്ടും അല്പനേരം ചെലവഴിക്കാൻ ദൈവം തന്ന നല്ല അവസരത്തിനായി എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം ഒരു ചെറിയ വാക്യമാണ്. ആകയാൽ താൻ നിൽക്കുന്നുവെന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ നോക്കിക്കൊള്ളട്ടെ. ഇത് വലിയ ഗൗരവമേറിയ ഒരു വാക്യമാണ്. പലപ്പോഴും ഞാൻ വായിച്ചു പോയിട്ടുണ്ട്, എങ്കിലും ഞാൻ അതിൻ്റെ ആഴത്തിലേക്കൊന്നും ഇറങ്ങാൻ നോക്കിയിട്ടില്ല. താൻ നിൽക്കുന്നുവെന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ നോക്കിക്കൊള്ളട്ടെ. പ്രിയപ്പെട്ടവരെ, അവിടെ ദൈവത്തിൻ്റെ ആത്മാവ് ഗൗരവമായി പറയുന്നത് ഒരു അപകട സൂചനയാണ്. നിൽക്കുക, വീഴുക, ഇത് രണ്ടും ഗൗരവമുള്ളൊരു വിഷയമാണ്. ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ. ഒരു മനുഷ്യന് തോന്നുകയാണ്, ഞാൻ ദൈവസന്നിധിയിൽ ഞാൻ നേരോടാണ് നിൽക്കുന്നത്, കർത്താവായ യേശുക്കുന്നത് എൻ്റെ ഹൃദയത്തിലുണ്ട്, നല്ല പ്രാഗൽഭ്യമാണ് എന്ന് തോന്നുന്നവൻ അവിടെ പറഞ്ഞിരിക്കുന്നത്. അവനെ തന്നെത്താൻ തോന്നുക, ഞാൻ ദൈവസന്നിധിയിൽ വ്യക്തമായിട്ട് ദൈവത്തെ പ്രസാദിപ്പിച്ചാണ് ഞാൻ ജീവിക്കുന്നതെന്ന് തോന്നുകയാണ്. ഒരു അപകട സൂചനയാണ്. ശരിയായിട്ട് പറഞ്ഞ വചനാടിസ്ഥാനത്തിൽ നമ്മൾ വചനമനുസരിക്കുകയും ദൈവത്തെ സ്നേഹിക്കുകയും പാപത്തോട് യാത്ര പറയുകയും ലോകത്തോട് യാത്ര പറയും, ദൈവത്തിൻ്റെ കൽപ്പനകൾ അക്ഷരപ്രകാരം അനുസരിക്കുന്നവർക്ക് അത് തോന്നലല്ല, അനുഭവമാണ്. തോന്നലും അനുഭവം രണ്ടും രണ്ടാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് താൻ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ. അതൊരു അപകടം പിടിച്ചൊരു കാര്യമാണ്. നിൽക്കുന്നില്ല, പക്ഷെ നിൽക്കുന്നു എന്ന് തോന്നുക. അത് പിശാച് കൊടുക്കുന്ന ഒരു തന്ത്രമാണ്. നിൽക്കുന്നില്ല, അതൊരു സത്യമാണ്, പക്ഷെ അവൻ തോന്നുകയാണ് ഞാൻ നിൽക്കുന്നുവെന്ന്. എന്നിട്ട് പറയും അപകട സൂചന, നീ വീഴാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളാൻ. വീഴ്ച ഇന്നവിറ്റബിളാണ്. നിൽക്കുന്നുവെന്ന് തോന്നുന്നവനെ സംബന്ധിച്ച് അവന് വീഴ്ച കൂടിയേ കഴിയുള്ളൂ. അവന് പ്രാഗൽഭ്യമില്ല. അവൻ വചനപ്രകാരമല്ല ജീവിക്കുന്നത്. അവൻ്റെ ഹൃദയത്തോട് അവൻ നീതി പുലർത്തുന്നില്ല. വളരെ വ്യക്തമാണ്. പലർക്കും കൂട്ടായ്മയായിട്ട് ബന്ധമുള്ളവരാണ്. അധികം പേരും കൂട്ടായ്മയായിട്ട് ബന്ധമുള്ളവരാണ്. പള്ളിയിൽ പോകുന്നവർ മാത്രമല്ല, പള്ളിയിൽ പോകുന്നതിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ക്രിസ്ത്യാനികളല്ല. ഇന്ന് അനേകർ കൂട്ടായ്മയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണ്. അവർക്കാണ് ഏറ്റവും വലിയ അപകടം പറ്റിയത്. അവർക്കൊരു മാനസാന്തരം ഒരിക്കൽ കിട്ടിയതാണ്. എന്തെങ്കിലും കാര്യമായിക്കോട്ടെ, ചിലപ്പോൾ രോഗമായിരിക്കാം, ചിലപ്പോൾ കടബാധ്യതയായിരിക്കാം, അല്ലെ പ്രശ്നങ്ങളായിരിക്കാം, ദൈവസേനയിലേക്ക് അവർ കടന്നു വന്നവരാണ്. ചിലതൊന്നുമില്ലാതെ തന്നെ ആത്മാവിന് വേണ്ടി കരുതുന്നവരുണ്ട്. വളരെ ചുരുക്കം പേരാണ്. വേറെ ദിവസമൊക്കെ നോക്കിയാൽ അറിയാം, ഒരു പ്രശ്നവുമില്ലാതെ സ്വന്തം ആത്മാവിൻ്റെ രക്ഷ, നിത്യജീവൻ എനിക്ക് ലഭിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കൂട്ടായ്മയെ കടന്നു വരുന്നവർ വളരെ ചുരുക്കം പേരാണ്. എന്ത് കാരണമായിക്കോട്ടെ, അവർക്ക് ഒരു ആദ്യസ്നേഹം കിട്ടിയതാണ്, ഒരു മാനസാന്തരം കിട്ടിയതാണ്. കർത്താവായ യേശുക്രിസ്തു ജീവിക്കുന്നെന്ന് വ്യക്തമായിട്ട് അവർക്ക് ബോധ്യം തന്നതാണ്. ഒരു ഊഹാപോഹമല്ല. യേശുക്രിസ്തു ഒരു സജീവ യാഥാർത്ഥ്യമാണെന്ന് കൃത്യമായിട്ട് ഹൃദയത്തിൽ ബോധ്യം കിട്ടിയതാണ്. യേശുക്രിസ്തുവിൻ്റെ കുരിശിൻ്റെ ചുവട്ടിൽ അവർ ചെന്നവരാണ്. ഗുണകരമായി സംസാരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ രക്തം അവരുടെ മേൽ വീണതാണ്. അവരുടെ കഴിഞ്ഞകാല പാപങ്ങളെല്ലാം കഴിയെ കിട്ടിയതാണ്. ആ പാപഭാരത്തിൻ്റെ ചുമട് അവരുടെ ചുമലിൽ നിന്ന് ഉരുണ്ടു പോയതാണ്. അവർ പറന്നിവിടെ ജീവിച്ചവരാണ്. ഒരു യേശുക്രിസ്തു ഉണ്ടെന്ന് വ്യക്തമായി ബോധ്യം കിട്ടിയവരാണ്. ഒരു സുന്ദരമായ ജീവൻ ഈ ഭൂമിയിലുണ്ടെന്ന് അനുഭവം കിട്ടിയവരാണ്. ലോകത്തിൽ പഴയകാലം ജീവിച്ച പോലെയുള്ള ജീവിതമല്ല ശരിയെന്ന് കൃത്യമായി മനസ്സിലായവരാണ്. ആചാരാനുഷ്ഠാനങ്ങൾ പിന്നാലെ പോയിട്ട് വലിയ കാര്യമില്ല, അതല്ല കാര്യം. ക്രൂശിൻ ചൂട്ടിൽ ചെന്ന് മാനസാന്തരം കിട്ടുന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യമെന്ന് അവർ മനസ്സിലാക്കിയവരാണ്. നിത്യജീവൻ എന്താണെന്ന് അവർക്ക് മനസ്സിലായതാണ്. യേശുക്രിസ്തുവിനെ അവർ തിരിച്ചറിഞ്ഞവരാണ്. പരിശുദ്ധാത്മാവിൻ്റെ ആവാസം അവരുടെ ഹൃദയത്തിൽ വലിയ മാറ്റം കൊള്ളത് അവർ അനുഭവിച്ചവരാണ്. അവരറിയാതെ പറന്ന് നടന്നവരാണ്. അവർ മുഴങ്കാലം മടക്കി പ്രാർത്ഥിക്കാൻ ശീലിച്ചവരാണ്. ദൈവത്തിൻ്റെ വചനം ഊറ്റി 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 കുടിച്ചവരാണ്. ദൈവത്തിൽ സന്തോഷം കണ്ടെത്തി ജീവിച്ചവരാണ്. ലോകത്തോട് എന്നേക്ക് യാത്ര പറഞ്ഞവരാണ്. പാപത്തെ വെറുത്തുപേക്ഷിച്ചവരാണ്. പക്ഷേ എന്തുപറ്റി? ഈ ആദ്യ സ്നേഹം എന്ന് നിലനിൽക്കുന്നവർ ചിന്തിച്ചു. പ്രകടമായ പാപം വിട്ടു. പക്ഷേ ആളത്വത്തിൽ പാപത്തിൻ്റെ സ്വഭാവം നിൽക്കുന്നു. അത് മനുഷ്യൻ തിരിച്ചറിയുന്നില്ല. ആദ്യ സ്നേഹം വ്യാപരിക്കുമ്പോൾ എല്ലാമായി നമ്മളൊക്കെ ചിന്തിക്കുകയാണ്, എനിക്കിനി ഒരു തെറ്റുമില്ല, ഞാൻ വീഴില്ല, എനിക്കൊരു കുഴപ്പവുമില്ല,
ഞാൻ മാനസാന്തരപ്പെട്ടതാണ്, ഞാൻ പാപമെല്ലാം ഏറ്റു പറഞ്ഞതാണ്, ഞാൻ കഴിഞ്ഞകാല ജീവിതത്തോട് യാത്ര പറഞ്ഞതാണ്, ഞാൻ പ്രകടമായി ഒരു പാപവും ചെയ്തില്ലല്ലോ, പിന്നെ എന്താ ഈ സ്നേഹം മാറിപ്പോയെന്ന് പറയും. ചിലരങ്ങനെ ഇപ്പോൾ ചോദിക്കാറുണ്ട്. പ്രിയരെ, കൃത്യമായിട്ടുള്ള ഉത്തരവുണ്ട്. നമ്മുടെ തുരുത്തി പുതിയതായിട്ടല്ല വീഞ്ഞ് പകർന്നത്, നമ്മുടെ തുരുത്തി പഴയതാണ്. ആ പഴയ തുരുത്തിലേക്ക് കുറച്ച് വീഞ്ഞ് പകർന്നെന്നുള്ളത് സത്യവുമാണ്. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ പഴയ തുരുത്തിലേക്ക് പുതുവീഞ്ഞ് പകർന്നാൽ പുതുവീഞ്ഞും പോകും, തുരുത്തിയും പോകും, രണ്ടും പോകും. അപ്പം ടേസ്റ്റ് തന്നു. പക്ഷേ ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്, നിന്റെ ആളത്വം എന്താ നീ തിരിച്ചറിയുക. നിന്റെ ശരിയായ ആളത്വം എന്താ നീ പഴയ കാലത്തേക്ക് നോക്കുക. വെട്ടിയെടുത്ത പാറയിലേക്കും കുഴിച്ചെടുത്ത ഖനഗർഭത്തിലേക്കും നിന്നെ നോക്കുക. നീ എവിടെയാണ് കിടന്നത്? നിന്റെ സംസാരം എന്തായിരുന്നു? നിന്റെ നോട്ടം എന്തായിരുന്നു? ലക്ഷ്യം എന്തായിരുന്നു? നിന്റെ സ്വപ്നം എന്തായിരുന്നു? നിന്റെ നടപ്പ് എങ്ങോട്ടായിരുന്നു? നിന്റെ ജീവിതത്തിൻ്റെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ എന്തായിരുന്നു നിന്റെ ആഗ്രഹം? വെറും ജഡമല്ലേ? വെറും പച്ച ജഡമല്ലേ? ലോക മനുഷ്യനല്ലേ? സാത്താൻ്റെ അടിമനോത്തി കഴിഞ്ഞവനല്ലേ? സാത്താൻ്റെ ഏജൻ്റായി ഭൂമി ജീവിച്ചവരല്ലേ? എല്ലാ ദുർമാർഗങ്ങളിലും ജീവിച്ചവരല്ലേ മനസ്സുകൊണ്ടാണെങ്കിലും? എന്നാൽ പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ളവനാണ് നിമിഷ നേരം കൊണ്ട് അവന് മാനസാന്തരം കിട്ടുന്നത്. അവൻ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നു, ക്രിസ്തുവിനെക്കുറിച്ച് അവന് ബോധം കിട്ടുന്നു, ക്രിസ്തു പാപം ക്ഷമിക്കുന്നുള്ള ബോധം കിട്ടുന്നു, ക്രിസ്തു ഹൃദയത്തിൽ വരുമെന്നുള്ള കാര്യം മനസ്സിലാക്കുന്നു, നിത്യജീവൻ്റെ അവകാശം വേണമെന്നുള്ള കാര്യം മനസ്സിലാക്കുന്നു, ഒരു സുന്ദരമായ ജീവിതമുണ്ടെന്ന് മനസ്സിലാക്കുന്നു, ഭാരവും ആകുലവും ടെൻഷനും ഇല്ലാതെ ഈ ഭൂമിയിലെ എല്ലാ പ്രശ്നവും സുഖമായി പോകാനുള്ളൊരു വഴിയുണ്ടെന്ന് മനസ്സിലായി ഓടിക്കൂടി വരുന്നവരുണ്ട്. എന്നാൽ ദൈവം പറയുന്ന മോനെ, അങ്ങനെ സൗജന്യം അധികകാലം നിൽക്കുകയില്ല. നമുക്കറിയാം, ഇസ്രായേൽ ജനങ്ങൾ അവിടുന്ന് പുറപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവർക്ക് മാനസാന്തരമൊന്നും ഇല്ലായിരുന്നു. ബാലിനെ സേവിച്ചു നടന്ന 430 സംവത്സരം സേവിച്ചു നടന്ന തലമുറ ഒരു സുപ്രഭാതത്തിൽ മോശം വന്നവരോട് സംസാരിച്ച് അവർക്ക് മാനസാന്തരം ഉണ്ടാവുമോ? കുഞ്ഞാടിനെ അറുത്തു, ശരിയാണ്. രക്തത്തിൽ കൂടെ മോചനം കൊടുച്ചു, ശരിയാണ്. അവർ ചെങ്കടൽ കടന്നു, അതൊക്കെ ശരിയാണ്. ദൈവം അവർക്ക് വേണ്ട എല്ലാ കാര്യം കൊടുത്തു, എല്ലാ സൗഭാഗ്യം അവർക്ക് കൊടുത്തു. അവർക്ക് മരുഭൂമിയിൽ അവർ വലയാതിരിക്കാൻ, അവർ പേടിക്കാതിരിക്കാൻ, അവർക്ക് ശത്രുഭയമില്ലാതിരിക്കാൻ അവർക്ക് വേണ്ടതെല്ലാം കൊടുത്തു. മാനസാന്തരം ഒട്ടുമില്ലാത്ത ജനം. പക്ഷെ അവർ ദൈവത്തെ സ്തുതിച്ചവരല്ലേ? ഫറവോന് ഞാൻ ഈ അടിമയല്ലെന്ന് പാട്ടുപാടിയവരല്ലേ? അവർ സ്വർഗീയ മന്ന അനുഭവിക്കുന്നവരല്ലേ? ദിവസവും കണ്ണാലെ അത്ഭുതങ്ങൾ കാണുകയല്ലേ? മരുഭൂമിയിലെ അത്ഭുതങ്ങൾ എന്താണ് പറഞ്ഞാൽ തീരാത്ത അത്ഭുതങ്ങൾ. സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്, 105 സങ്കീർത്തനത്താണെന്ന് തോന്നുന്നു, 106 തോന്നുന്നു, അവരിലെ ആരോഗ്യം ഇല്ലാത്തവരായിട്ട് ആരും ഉണ്ടായിരുന്നില്ലെന്ന്. ഒരു രോഗവും അവർക്കുണ്ടായിരുന്നില്ല. കാരണം അവർ സിയോൻ യാത്രക്കാരാ. രോഗമുണ്ട്, യാത്ര ചെയ്യാൻ പറ്റുമോ? അപ്പോൾ സിയോൻ യാത്രയ്ക്ക് ഭംഗം വരുന്ന ഒരു കാര്യവും ദൈവം കൊടുക്കില്ല. അവർക്ക് വസ്ത്രത്തിൻ്റെ പ്രശ്നമില്ല, അവർക്ക് ചെരുപ്പിൻ്റെ പ്രശ്നമില്ല, അവർക്ക് കൃഷി ചെയ്യേണ്ട, എല്ലാ ദിവസവും രാവിലെ ഭക്ഷണം കിട്ടും, ഇറച്ചി വേണമെങ്കിൽ ഇറച്ചി കിട്ടും, അവർക്ക് മരുഭൂമിയിലെ ചൂടൊക്കെ ആയിരിക്കാനുള്ള എല്ലാ പ്രൊവിഷനും കൊടുത്തു, അവർക്ക് വെള്ളം കൊടുത്തു. അനുഗമിക്കുന്ന ഒരു പാറയുണ്ടായിരുന്നു കൂടെ എന്നാണ് പറയുന്നത്. പാറയെന്ന് പറഞ്ഞാൽ വെള്ളത്തിൻ്റെ കണികയില്ലാത്ത. പക്ഷേ ആ ജനത്തിൻ്റെ പിന്നാലെ അവർ അനുഗമിക്കുന്ന ഒരു പാറയുണ്ടായിരുന്നു അവർക്ക് വെള്ളം കൊടുക്കാൻ. വല്ല മാറ്റം ഉണ്ടായോ? എൻ്റെ പ്രിയപ്പെട്ടവർ, ഈ കാലഘട്ടത്തിൽ നാം ചിന്തിക്കേണ്ട വലിയൊരു, ഏത് കൂട്ടായ്മ തുടങ്ങുമ്പോഴും നല്ലതാണ്. പക്ഷേ കുറേ കഴിയുമ്പോൾ കൂട്ടായ്മയുടെ ആ പവിത്രത അങ്ങ് പോകും. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഞാൻ ഇത്രയൊന്നും പറയണില്ല. കൂട്ടായ്മ കൂടുന്നതിലുള്ള സന്തോഷം, അതിലുള്ളൊരു സന്തോഷം. ഇസ്രായേൽ ജനങ്ങൾ, അവർക്ക് ഒരു പള്ളി ഉണ്ടായിരുന്നു, ദേവാലയം ഉണ്ടായിരുന്നു. വർഷത്തിൽ 3 പ്രാവശ്യം ദേവാലയത്തിൽ നിർബന്ധമായിട്ട് വരണം. എന്തൊരു അഭിമാനമാണ് അവർക്ക് ആ ദേവാലയത്തെക്കുറിച്ച്. സ്വർണം കൊണ്ട് പൊതിഞ്ഞ്, അകം മുഴുവൻ സ്വർണം പൊതിഞ്ഞിരിക്കുക. കർത്താവായ യേശു ക്രിസ്തുവിനെ ശിഷ്യന്മാരിൽ ഒരാൾ കാണിച്ച, ഗുരു ഇതിൻ്റെ പള്ളിയുടെ പണിയൊക്കെ ഒന്ന് നോക്ക്. കർത്താവ് പറഞ്ഞു, കല്ലുമ്മേ കല്ല് ശേഷിക്കാത്തൊരു കാലം വരും. ദൈവത്തിന് ഇതൊന്നുമല്ല വിഷയം. ദൈവത്തിന് മനുഷ്യൻ്റെ കൈകൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ആലയത്തെക്കുറിച്ചൊന്നും ദൈവത്തിന് അല്പം പോലും ചിന്തയില്ല. മനുഷ്യ, എൻ്റെ കൈകൊണ്ട് മെനഞ്ഞ നിൻ്റെ ഹൃദയമാണ് എനിക്ക് വിഷയം. അത് കള്ളമാട ഗുഹയെ തീർന്നിരിക്കുകയാണ്. അതിനെ മാറ്റാനായിട്ട് നിനക്ക് വല്ല പരിപാടിയുണ്ടോ? മനുഷ്യനെപ്പോഴും മെറ്റീരിയലൈസ് ചെയ്യാൻ അവൻ്റെ ആഗ്രഹം. അവനെ കാണുന്ന ദൈവമാണ് അവന് വേണ്ടത്. അവനെ കാണാത്ത ആത്മാവാകുന്ന ദൈവത്തെ അവന് യാതൊരു വിഷയമല്ല. അതുകൊണ്ടാണ് വീഴ്ച വരുന്നതിൻ്റെ കാരണം. അവൻ ദൈവത്തിൻ്റെ വചനപ്രകാരം ജീവിക്കാൻ അവന് മനസ്സ് വരുന്നില്ല. കാണാത്ത ദൈവത്തിന് വേണ്ടി അവൻ അന്വേഷിക്കുന്നില്ല.
എന്നെ സ്നേഹിച്ച ആ ദൈവത്തെ ആരാണ്, എന്താണ്, എനിക്ക് ആ ദൈവത്തെ കണ്ടെത്തണമെന്നൊരാഗ്രഹമില്ല. ശൗല് പോലും നടുറോടി വീണ് കഴിഞ്ഞപ്പോൾ അവൻ ആദ്യം ചോദിക്കുന്ന കാര്യം, നീ ആരാവുന്ന കർത്താവേന്നാണ് ചോദിക്കുന്നത്. നീ കർത്താവാണ്, നീ ആരാണ്, ഏത് കർത്താവാണ്? വ്യക്തമായിട്ട് പറഞ്ഞു, നീ ഉപദ്രവിക്കുന്ന നസ്രായനായ യേശു എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ്റെ ഉള്ളിൽ തന്നെ എപ്പോഴും ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു ഹൃദയം ഉണ്ടായിരുന്നു. ദൈവത്തിന് വേണ്ടി ജീവിക്കണം, ദൈവം എൻ്റെ ഹൃദയത്തിൽ വരണം, ദൈവത്തെ പ്രസാദിപ്പിക്കണം, ദൈവവചനപ്രകാരം എനിക്ക് ജീവിക്കണം. ആ തീഷ്ണത ദൈവം മാനിക്കും. ഇപ്പം വേദവസനെ പറയുന്നുണ്ട്, ഇപ്പോൾ ഞാൻ എഴുന്നേക്കും, രക്ഷയ്ക്കായി കാംക്ഷിക്കുന്നവനെ ഞാൻ ഇതിലാക്കും. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ആ ജനം പെസഹ കുഞ്ഞാടിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാണ്. അവർക്കാണല്ലേ എല്ലാ പ്രൊവിഷനും ദൈവം കൊടുത്തു. പക്ഷെ അവർക്ക് മാറ്റം വന്നില്ല. എന്താ മാറ്റം വരാത്തത്? എൻ്റെ പ്രിയപ്പെട്ടവരെ, മാറ്റം വരണമെങ്കിൽ ഞാൻ തന്നെ തീരുമാനിക്കണം, എനിക്ക് മാറ്റം വരണമെന്ന്. മോശ വിചാരിച്ചാൽ മാറ്റം വരില്ല, ദൈവം വിചാരിച്ചാലും മാറ്റം വരില്ല. കൃത്യമായി പറയണത്. എത്രയെല്ലാം ഒരു മനുഷ്യന് കൃപ കൊടുത്താലും അവൻ്റെ ആളത്തം അവൻ മാറ്റുന്നില്ലെങ്കിൽ, അവൻ്റെ തുരുത്തി അവൻ മാറ്റുന്നില്ലെങ്കിൽ ദൈവകൃപ നിൽക്കില്ല. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, താൻ നിൽക്കുന്നുവെന്ന് തോന്നുന്നവൻ വീഴാതിരിക്കാൻ ശ്രദ്ധിച്ചു കൊള്ളട്ടെ. അവന് വീഴ്ച, അവൻ ഇന്നവിറ്റബിളാണ്, അവൻ വീണിരിക്കും. കാരണം അവൻ്റെ ആളത്തം മാറിയിട്ടില്ല. അവന് താല്പര്യമുള്ള ഏതെങ്കിലും പാപം വരുമ്പോൾ അടിയിൽ നിന്ന് പൊങ്ങി വരും. പ്രകടമായ പാപവും ചെയ്യുന്നില്ലായിരിക്കും, പക്ഷെ അടിയിൽ ഇതെല്ലാം കിടപ്പുണ്ട്. ഒരു പ്രത്യേക സന്ദർഭം വരുമ്പോൾ, അവൻ്റെ ബലഹീനതയുള്ള ഏതെങ്കിലും വിഷയം വരുമ്പോൾ ഇത് പൊങ്ങും. നമുക്കറിയാൻ പാടില്ല, ഒരു കോപത്തോട് യാത്ര പറഞ്ഞു, എല്ലാവരും പറയുന്നൊരു കാര്യമാണ്. പക്ഷേ നമുക്കിഷ്ടമില്ലാത്തൊരു കാര്യം ഒരാൾ കൂടെ നമ്മളെ പ്രൊവോക്കേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് കോപം വരുന്നത്? കോപം അടിയിൽ നിന്ന് മാറിയിട്ടില്ല. അല്ലെ, കോപം വരരുതെന്നുള്ള നിർബന്ധമായ പ്രാർത്ഥന ദൈവസന്നെ ഇല്ല. കർത്താവേ, ഞാൻ പെട്ടെന്ന് കോപിക്കുന്ന മനുഷ്യനാണ്, ഇതെനിക്ക് മാറ്റിയേ പറ്റുള്ളൂ, എൻ്റെ ആത്മീയ ഭാവി തകർന്നു പോവും, ഈ പാപം വന്നാൽ ഞാൻ നിത്യ നരകത്തിലേക്ക് ഞാൻ പോവുകയുള്ളൂ, എനിക്ക് നിൻ്റെ വേല ചെയ്യാൻ സാധ്യമല്ല. കർത്താവേ, അതുകൊണ്ട് ഈ കാര്യത്തിന് മേൽ നിൻ്റെ ആത്മാവ് നിറങ്ങണം, തിരുരക്തം തളിക്കണം. കോപത്തിൻ്റെ ഒരു ചെറിയ വേര് പോലും ഒരു സാഹചര്യത്തിലും എൻ്റെ ജീവിതത്തിൽ വരാൻ പാടില്ല. ഒരു സാഹചര്യത്തിലും ഒരു സമയത്തും വരാൻ പാടില്ല. നിർബന്ധമുണ്ടോ? ദൈവം സാധിപ്പിച്ചു തരൂ. മനുഷ്യൻ പരാജയപ്പെടുന്ന എല്ലാം എവിടെയാണെന്നറിയാമോ? അവനവൻ്റെ പാപത്തെക്കുറിച്ച് ബോധ്യം വന്ന് ദൈവസന്നിധിയിൽ ചെന്നിട്ട് അതിന് പരിഹാരം പ്രാപിക്കാൻ അവൻ മനസ്സ് വെക്കുന്നില്ല. 6 ലക്ഷം ജനങ്ങൾ ഇറങ്ങിത്തിരിച്ചു. വല്ലവർക്കും വല്ല മാനസാന്തരം ഉണ്ടായോ? 2 പേര് അല്ലേ? ഇതാണ് ആത്മീയ ഗോളം. എക്കാലത്തും അങ്ങനെ തന്നെയാണ്. ചിലക്ക് എല്ലാവർക്കും മാനസാന്തരം കിട്ടുമായിരിക്കും, പക്ഷേ നിലനിർത്തുക എന്ന് പറയുന്നത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. കർത്താവ് തന്നെ പറഞ്ഞില്ല, എന്തെല്ലാം കാര്യം പറഞ്ഞു. പ്രിയപ്പെട്ട്, ഇതനുസരിക്കാനുള്ള മനസ്സില്ല. ശരിയാണ്, പുറമേ നോക്കും വലിയ ഭാരവിഷയം തന്നെയാണ്, പ്രയാസമുള്ള കാര്യം തന്നെയാണ്. പക്ഷേ ദൈവം കൃപ തന്നാൽ ഈ പ്രയാസം ഒന്നും പ്രയാസമായിട്ട് തോന്നുന്നില്ല. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഇടുക്കും ഞെരുക്കുള്ള വഴിയാണ്. പക്ഷേ ഞാൻ മുന്നോട്ട് പോകാൻ നേരം ഞെരുക്കുള്ള വഴിയെല്ലാം വിശാലമായിട്ട് വരും. അതെൻ്റെ അനുഭവമാണ്. ഇടുക്കവും ഞെരുക്കമുള്ളതെന്ന് പറഞ്ഞാൽ ഞാൻ മാറി നിൽക്കുകയല്ല വേണ്ടത്. ഇടുക്കവും ഞെരുക്കമുള്ള വഴിയിലൂടെ മുന്നോട്ട് ഇറങ്ങുമ്പോൾ വഴി വിശാലമാവും. നിങ്ങൾക്കറിയാൻ പാടില്ലേ, യോർദാൻ കടക്കാൻ ചെന്നപ്പോൾ ഈ ചെങ്കടൽ 2ആയി മാറിയ പോലെ അവരുടെ മുമ്പിൽ മാറിയില്ല. ചെങ്കടലെ മാറിയതിൻ്റെ കാരണം എന്നാന്ന് ചോദിച്ചാൽ അവർക്കൊന്നും അറിയാൻ പാടില്ല, ഒരു മാനസാന്തരവും ഇല്ല. മോശ പ്രവർത്തിച്ചു, മോശയുടെ കൈ നീട്ടി, ദൈവം വരാൻ പറഞ്ഞു, കൈ നീട്ടാൻ പറഞ്ഞു, കടൽ മാറി. കടൽ മാറിക്കുമ്പോൾ അതിൽ കൂടെ നടക്കാൻ എളുപ്പമാണ്. എന്നാൽ യോർദാൻ്റെ അടുത്ത് വന്നപ്പോഴേ യോർദാൻ കരകവിഞ്ഞൊഴുകുക. ദൈവം പറഞ്ഞു, ഞാൻ യോർദാനൊന്നും മാറ്റാൻ പോകണില്ല, നിങ്ങൾ വിശ്വാസത്തോടെ ആ യോർദാനിലേക്ക് കാല് ചവിട്ടാൻ പറഞ്ഞു. നിയമപ്പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാർ അവരുടെ കാല് വെള്ളത്തിലേക്ക് ചവിട്ടി നീങ്ങിക്കുമ്പോൾ യോർദാൻ്റെ ഒരു സൈഡിലെ വെള്ളം ഒരു സൈഡിലേക്ക് മാറി, മറ്റേ സൈഡിൽ ചോർന്നൊലിച്ചാൻ പോയി. വിശ്വാസത്തിൻ്റെ പടികളാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവ് സർവ്വശക്തനെന്ന് നമ്മൾ പറയും. ആരുടെ കാര്യത്തിൽ? എൻ്റെ കാര്യത്തിൽ സർവ്വശക്തനാണോ? എൻ്റെ പാപം മാറ്റാൻ സർവ്വശക്തനാണോ? എൻ്റെ കോപം മാറ്റാനോ മതിയായതാണോ? എൻ്റെ പാരമ്പര്യത്തിന് ശാപം മാറ്റാൻ മതിയാവനാണോ? എൻ്റെ യൗവനകാലത്ത് എന്നെ തെറ്റുകൂടാതെ നടത്താൻ ശക്തനാണോ? പ്രിയരെ, നിങ്ങളാണ് തെളിയിക്കേണ്ടത്. നിങ്ങൾ ഓരോരുത്തരുമാണ് തെളിയിക്കേണ്ടത്. അല്ലെങ്കിൽ സാക്ഷി ജീവിതത്തിൽ എന്ത് പ്രയോജനം? സാക്ഷ്യമില്ലാത്ത വലിയൊരു കൂട്ടം ജനം കൂടിയതുകൊണ്ട് എന്ത് പ്രയോജനം? ദൈവം നമ്മളെ നോക്കി കരയല്ലേ? എൻ്റെ പ്രിയപ്പെട്ടവരെ, പാപം മാറിയിട്ടില്ല, ആളത്തം മാറിയിട്ടില്ല. വീഴ്ചയുടെ കാരണം നമ്മുടെ ഹൃദയത്തിൽ പാപം ഇപ്പോഴും കിടക്കുന്നു. ആ പാപം
എപ്പോഴും വരില്ല. നമുക്കെന്നെ അറിയാൻ പാടില്ലേ, ഏത് പാപവും അത് ചിലപ്പോഴാണ് വരുന്നത്. നമ്മൾ വീണ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നിരാശയായി, ഭാരമായി, എല്ലാമായി. ആ ജനത്തിന് മോശയിലൂടെ വചനം ലഭിച്ചു. അവർ ദൈവത്തെ കണ്ടു മോശയിൽ കൂടെ. എന്നാൽ ഈ മോശയെ പോലെ ആകണമെന്ന് ആരെങ്കിലും ആഗ്രഹിച്ചോ? ആരും ആഗ്രഹിച്ചില്ല. ഞങ്ങൾക്ക് ദൈവത്തിൻ്റെ ഹിതമറിയാൻ മോശയുണ്ടല്ലോ, പിന്നെ ഞങ്ങൾ അതിനുവേണ്ടി അധ്വാനിക്കണ്ടല്ലോ. അലസന്മാർ. ആ ഇത്രയും ലക്ഷം ജനങ്ങളിൽ യോശുവ കൂടാരത്തിൻ്റെ കൂടെ ഇന്ന് ജോലി ചെയ്തു എന്ന് പറയുന്നുണ്ട്. കാലേബും തീക്ഷ്ണതയുള്ളവരായി നിന്ന് പറയുന്നുണ്ട്. എന്നാൽ മോശയെപ്പോലെ എനിക്ക് വിശുദ്ധനാകണമെന്ന് അവരാരും കണ്ടോ? അവർ കണ്ടോ മോശയാണ്? ചിന്തിച്ചില്ലല്ലോ. മോശയ്ക്ക് സാധിച്ചെങ്കിൽ എനിക്കും സാധിക്കുമെന്ന് ഇന്നുകൂടെ അവർ ചിന്തിച്ചില്ല. അവർക്കാവുന്ന ഒരു വിഷയമല്ല. അവരവരുടെ ദൈനംദിന ജീവിതമാണ് അവരുടെ വിഷയം. പാലും തേനും ഒഴുകുന്ന കനാലിലേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. പാലും തേനും ഒഴുകുന്ന ദേശമാണ് അവരുടെ വിഷയം. അല്ല ദൈവം തരുന്ന സ്വസ്ഥതയോ, ജാതികളിൽ നിന്ന് വേർപെട്ട ജനമോ, ദൈവത്തിന് അനുഗ്രഹമുള്ള ജനമോ, ദൈവം കൂടെ വസിക്കുന്ന ഒരു ജനമായി കഴിയണമെന്ന് അവരാഗ്രഹിച്ചില്ല. മെറ്റീരിയൽ ബെനിഫിറ്റ് മാത്രം അവർ ചിന്തിച്ചത്. ഇന്നും അങ്ങനെ തന്നെയാണ് പറയുന്നത്. അനേകർ ഓടിക്കൂടുന്നത് ലോക കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടിയാണ്. ലോകത്തിലെ വെൽബീങ്, ആത്മാവിൻ്റെ കാര്യമല്ല. എനിക്ക് വളരെ സങ്കടം തോന്നാറുണ്ട്. ആരോട് സംസാരിച്ചാലും അവർക്ക് ലോകകാര്യമേ ഉള്ളു വിഷയം. ലോകകാര്യം സാധിപ്പിച്ച് കിട്ടിയാലോ അവരവിടെ വഴിക്ക് പോവുകയും പഴയ പോലെ തന്നെ ജീവിക്കും. എന്നാൽ എൻ്റെ പ്രാർത്ഥനയ്ക്ക് പ്രതിഫലം തന്ന എൻ്റെ ദൈവത്തോട് കൂറുള്ളവനായി ആത്മാവിൻ്റെ കാര്യത്തിന് വേണ്ടി ഇത് ഉപയോഗിക്കണം, ഈ വിശ്വാസം ഉപയോഗിക്കണം എന്ന് ചിന്തിക്കാൻ എത്ര പേരുണ്ട്? ഇവിടെയാണ് വീഴ്ചയ്ക്ക് കാരണമെന്ന് പറയുന്ന കാര്യം. ഈ വീഴ്ച ഹൃദയത്തിൽ ദൈവത്തിന് സ്ഥാനം കൊടുക്കുന്നില്ല. ഹൃദയത്തിലേക്ക് ദൈവം വരാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. പിശാച് കൊടികുത്തി വാഴുകയാണെന്നുള്ളത് ചിന്തിക്കുന്നില്ല. അത് പിശാചിൻ്റെ ഏറ്റവും വലിയ തന്ത്രമാണ്. എൻ്റെ ഹൃദയത്തിൽ പിശാചുണ്ടെന്ന് അവൻ ഒരിക്കലും സമ്മതിക്കത്തില്ല, ഒരിക്കലും ബോധം തരത്തുമില്ല. നീ ദൈവത്തോടു കൂടിയാണെന്ന് പറയും. അകത്തിരുന്നൊരു ശബ്ദം കേൾക്കാം, സാരമില്ല, കുഴപ്പമില്ല, ഇപ്പം ഇങ്ങനെ അങ്ങ് പോയാൽ മതി, കുറേ നാൾ കഴിയുമ്പോൾ അങ്ങ് ശരിയായിക്കോളൂ എന്ന് മന്ത്രിക്കുന്നൊരു ശബ്ദം. അത് പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദമല്ല, അത് പിശാചിൻ്റെ ശബ്ദമാണ്. ഇന്ന് അനേകർ ഈ ശബ്ദം കേട്ട് മയങ്ങി കഴിയുകയാണ്. ജീവിതത്തിൽ പല തെറ്റുണ്ടെന്ന് ചൂണ്ടിക്കാണിച്ചിട്ട് പോലും അവർക്ക് തിരുത്താൻ മനസ്സല്ല. അവർക്ക് ലക്ഷ്യമല്ല. എന്താണെന്ന് ചോദിച്ചാൽ എനിക്കും അറിയാൻ പാടില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവം ഇതെല്ലാം കാണുന്നില്ലേ? ഇത് മാറ്റാൻ പറ്റാത്ത കാര്യമാണോ? യേശുക്രിസ്തുവിൻ്റെ ക്രൂശിൻ്റെ ശക്തി നാം വിഫലമാക്കി കളയാണ്. ആ ശക്തി ഇല്ലാതാക്കി കളയാണ്. നമ്മൾ സാധാരണ ജനങ്ങളെപ്പോലെ ജീവിക്കുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലെ മരണവും പരിശുദ്ധാത്മാവിനെയും നമ്മളെ താറടിച്ച് കാണിക്കുകയാണ്. ക്രൂശിൽ യേശുക്രിസ്തു മരിച്ചുകൊണ്ട് എന്തു പ്രയോജനം? പരിശുദ്ധാത്മാവ് വന്നുകൊണ്ട് എന്തു പ്രയോജനം? നമുക്ക് മാറ്റം സംഭവിച്ചോ? നമ്മുടെ കുടുംബത്തിൽ സമാധാനം വന്നുവോ? ഒരാളെങ്കിലും വീട്ടിൽ നിൽക്കാനുണ്ടോ? സമൂഹത്തിൽ നിൽക്കാനുണ്ടോ? ബാക്കിയുള്ളവർ ജീവിക്കുന്നതിൽ വ്യത്യസ്തനായിട്ട് ജീവിക്കാൻ പറ്റുന്നുണ്ടോ? മോശ വഴി കാണിച്ചു കൊടുത്തു. ആരും മോശ കാണിച്ച വഴിയെ പോയിട്ടില്ല. മോശ നോക്കി, ശരിയാണ്. പ്രിയപ്പെട്ടവരെ, വീഴാതിരിക്കാൻ എന്താണ് ചെയ്യേണ്ടത്? വേദപുസ്തക ചില വചനങ്ങളൊക്കെ നമുക്ക് വായിച്ചു നോക്കാം. യൂദയുടെ ലേഖനം 24-ാമത്തെ വാക്യം അവിടെ വ്യക്തമായിട്ട് വേണം, വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തൻ്റെ മഹിമാസന്നദ്ധിയിൽ ആനന്ദത്തോടെ നിർത്താൻ ശക്തിയുള്ള ഒരു ദൈവം. നിങ്ങളെ വീഴാതെ വണ്ണം സൂക്ഷിക്കുമെന്നാണ് പറഞ്ഞത്. അപ്പം വീഴാതെ ജീവിക്കണ്ടേ? ശക്തിയുള്ളൊരു ദൈവമുണ്ടെന്ന് ഇവിടെ പറഞ്ഞു. അത് ആരെങ്കിലും കേൾക്കുന്നുണ്ടോ, മനസ്സിലാക്കുന്നുണ്ടോ? വേണമെന്ന് വായിച്ചോ. വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തൻ്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവന്. കളങ്കമില്ലാത്തവരായി, പ്രത്യേകം ശ്രദ്ധിക്കണമേ. കളങ്കം വെച്ചുകൊണ്ട് ദൈവസന്നിധി നിൽക്കാൻ പറ്റില്ല. കളങ്കമുള്ളത് കൊണ്ടാണ് വീഴുന്നത്. വീഴ്ചയ്ക്ക് സംഗതി വരുന്നത് അതുകൊണ്ടാണ്. നമ്മുടെ ജീവിതത്തിൽ ശത്രുവിന് അവകാശമുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്, വീണിരിക്കും. ഇന്നല്ലെങ്കിൽ നാളെ വീണിരിക്കും. ആ വീഴ്ച വലുതുമായിരിക്കും. എന്നാൽ വീഴുന്നതിന് മുമ്പ് പറക്കി എൻ്റെ ജീവിതത്തിൽ ഇന്ന കുറവുണ്ട് കർത്താവേ, ശത്രു അവകാശം പറയുന്ന കാര്യങ്ങളാണ്, ഇന്ന് അത് മാറ്റിയെടുത്തില്ലെങ്കിൽ ഞാൻ വീണിരിക്കും, നിത്യജീവനെ കിട്ടുകയില്ല, നീ പറന്നു വരുമ്പോൾ എന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ നിനക്ക് സാധിക്കുകയില്ല, കർത്താവേ എൻ്റെ ആത്മ നഷ്ടപ്പെട്ടു പോകുമല്ലോ, എന്നെ നോക്കി ഒരു കുടുംബമുണ്ട്, ആ കുടുംബത്തിന് വേണ്ടി ആര് പ്രാർത്ഥിക്കും? ഇതാർക്കാണ് വിഷയം? എൻ്റെ ദൈവത്തിന് ശത്രു അതുപോലെ പിടിമുറുക്കിയിരിക്കുക. ഒരു വലിയൊരു സത്യം ഞാൻ മനസ്സിലാക്കി. എത്രയും വേഗം മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ പിന്നീട് മാനസാന്തരം നടക്കില്ല. ഒരു പ്രായം കഴിഞ്ഞാൽ പിന്നെ മാനസാന്തരം നടക്കില്ല. കാരണം തഴമ്പിച്ചു പോയി. അവരുടേതായ പ്രിൻസിപ്പിള്, അവരുടേതായ ആത്മീയം, അവരുടേതായ വഴികൾ,
അവരുടേതായ ശരികൾ കൊണ്ട് ഒരിക്കലും പിന്നെ അവർക്ക് ശരിയായ മാനസാന്തരക്ക് വരാൻ സാധിക്കുകയില്ല. മാനസാന്തരം തുടങ്ങിയ കാലത്ത് അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയാൽ, ഒന്ന് വീഴ്ച പറ്റിയാലും സാരമില്ല, ചാടി എഴുന്നേറ്റ് മുന്നോട്ട് പോകാൻ പറ്റിയാൽ, ലക്ഷ്യം ശുദ്ധമാക്കിയാൽ നീ ഭാഗ്യവാനാണ്. നിന്നെപ്പോലെ ഭാഗ്യവാൻ വേറെ ആരും കാണുകയില്ല. എൻ്റെ ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാം, ഒരു വിശ്വാസം യേശു ക്രിസ്തു വിടാതെ തന്നെ നടത്തും. എന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്, എനിക്ക് വേണ്ടി പെടഞ്ഞു മരിച്ച ഒരു ദൈവമുണ്ട്. ആ ദൈവം എന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ അവൻ്റെ സന്നിധിയിലേക്ക് ചെല്ലുന്നുണ്ടോ എന്ന് കാത്തുകാത്തവൻ ഇരിക്കുകയാണ്. അവന് വേണ്ടത് എന്താണ്? എൻ്റെ പാപങ്ങൾ ഞാൻ എണ്ണി എണ്ണി കണ്ടുപിടിച്ചുകൊണ്ട് അവൻ്റെ സന്നിധിയിലേക്ക് കൊണ്ടുവന്നിടുക. വേറെ ഒരു ജോലിയും നമ്മളെ കൊണ്ട് ഏൽപ്പിക്കുന്നില്ല. അതിനുള്ള ശക്തിയെല്ലാം അവനാണ് തരുന്നത്. യുദ്ധം യഹോവയ്ക്കുള്ളതാണ്. ഒരേ ഒരു കാര്യം, പരിശുദ്ധാത്മാവിനെ തന്നിട്ടുണ്ട്. പരിശുദ്ധാത്മാവിനെ ചോദിച്ചു വാങ്ങിച്ചിട്ട് പാപവും തരുന്ന പരിശുദ്ധാത്മാവിനെ കൊണ്ട് എൻ്റെ ഉള്ളത്തിൽ എനിക്ക് തന്നെ മറഞ്ഞു കിടക്കുന്ന പാപങ്ങൾ ശത്രു മറച്ചു പിടിക്കും. സാരമില്ല, കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെ പോയാൽ മതിയെന്ന് പറയുന്ന ശബ്ദം അവിടെ കാണും. ഇല്ല കർത്താവേ, അതല്ല ശരി. ഞാൻ പഴയ നിയമത്തിലെ കഥാപാത്രങ്ങളൊക്കെ നോക്കിയിട്ടുണ്ട്. അവരുടെ ജീവിതത്തിൽ പരാജയം പറ്റിയതെല്ലാം ശുദ്ധീകരണം പ്രാപിക്കാത്തതുകൊണ്ടാണ്. എൻ്റെ കർത്താവേ, എനിക്കത് സംഭവിക്കരുത്. ഞാൻ സത്യം അറിഞ്ഞവനാണ്. എൻ്റെ 22ാമത്തെ വയസ്സ് ഞാൻ ജീവിതം നിനക്ക് തന്നതാണ്. എനിക്ക് പാഴ്ച വരാൻ പാടില്ല കർത്താവേ. നീ എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന സ്ഥലത്ത് അത് വേക്കൻ്റാകാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ തിരിച്ചറിയുന്ന അനേക പാപങ്ങളുമായി ഞാൻ നിൻ്റെ സന്നിധി വരികയാണ്. എന്നേക്കുമായി ഞാൻ യാത്ര പറയുകയാണ്. ഇനി ഒരു കാരണവശാലും അതെൻ്റെ ജീവിതത്തിൽ ഞാൻ സമ്മതിക്കത്തില്ല. കർത്താവേ, ഞാൻ നിന്നോട് അറത്തു പറയുകയാണ്. വെട്ടി എറിഞ്ഞു കളയാനാണ് നീ പറഞ്ഞത്. ചുഴിഞ്ഞെടുത്ത് കളയാനാണ് നീ പറഞ്ഞത്. പ്രാണത്യാഗത്തോടെ എടുത്ത് നിൽക്കാനാണ് നീ പറഞ്ഞത്. അക്ഷരപ്രകാരം ഞാൻ അനുസരിക്കാൻ തയ്യാറാണ്. നിന്റെ കൃപ എൻ്റെ മേൽ വരണം. നിന്റെ രക്തം എൻ്റെ മേൽ തളിക്കണം. ഈ ബന്ധനം ഇനി എൻ്റെ ജീവിതത്തിൽ വരല്ലേ. ഞാൻ ലജ്ജാപാത്രമാകാൻ നീ സമ്മതിക്കരുത്. ഞാൻ നിന്റെ നാമത്തിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ നിന്റെ ഒരു വേലക്കാരനാണ്. കർത്താവേ, ഞാൻ നിന്റെ സാക്ഷ്യമുള്ള ഒരു മനുഷ്യനായിട്ട് എനിക്കിവിടെ നിൽക്കേണ്ട എൻ്റെ അത്യാവശ്യമാണ്. നിൻ്റെയും അത്യാവശ്യമാണല്ലോ കർത്താവേ. ശത്രു ഒരു അപവാദവും പറയാനിട വരാതുകൊണ്ട് എന്നെ നീ കാത്തേ പറ്റുള്ളൂ. പ്രിയപ്പെട്ടവരെ, സമർപ്പണം വേണം. 1 വിശ്വാസമാണ്, 2 സമർപ്പണം. എല്ലാം ദൈവസന്നിധിയിൽ കൊണ്ടുവന്ന് വെക്കുന്നു. ദൈവത്തിന് ഒരു മനുഷ്യനെ അനുഗ്രഹിക്കണമെങ്കിൽ അവനിൽ നിന്ന് പിശാചിൻ്റെ അവകാശം മാറിയേ പറ്റുള്ളൂ. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, അബ്രാഹാമിന് ഏകജാതനായ പുത്രൻ ജനിച്ചപ്പോൾ അബ്രാഹാമിൻ്റെ അറ്റാച്ച്മെൻ്റ് ഇസാക്കിലേക്ക് പോയി. ദൈവത്തിന് ഇസാക്കിനെ അനുഗ്രഹിക്കാൻ പറ്റില്ല. വലിയൊരു തലമുറയ്ക്ക് വേണ്ടി ദൈവം ഒരുക്കിക്കൊണ്ട് വരികയാണ്. പക്ഷേ ഇസാക്കിൻ്റെ മേലുള്ള പിടി, അബ്രഹാമിൻ്റെ പിടി വലുത്. വിട്ടുകൊടുക്കുന്നില്ല അബ്രഹാം. എൻ്റെന്നുള്ള ബോധം, എൻ്റെ ദൈവത്തിന് സ്തോത്രം, ലാളിച്ച് സ്നേഹിച്ച് കൊണ്ടു നടക്കുകയാണ്. ദൈവത്തെ മറന്ന് ഈ ഇസാക്കിൻ്റെ പിന്നാലെ പോവുകയാണ് അബ്രഹാം. ദൈവം കണ്ടു. ദൈവത്തിൻ്റെ കാര്യപടി തകരുമെന്നറിയാം. വ്യക്തമായിട്ട് പറഞ്ഞു, നീ മോറിയ മലയിലേക്ക് എല്ലാം പറഞ്ഞു. അബ്രഹാം അനുസരിച്ചില്ലായിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ഭാഗ്യത്തിന് അബ്രഹാം അനുസരിച്ചു. അനുഗ്രഹം ഇസാക്കിൻ്റെ മേൽ ചൊരിയാൻ തുടങ്ങി. എവിടെയും ദൈവത്തിൻ്റെ അനുഗ്രഹം വരണമെങ്കിൽ സമർപ്പിച്ചാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. എൻ്റെ അവകാശം വിട്ടേ പറ്റുകയുള്ളൂ. സാത്താനോട് ഞാൻ യാത്ര പറഞ്ഞേ പറ്റുകയുള്ളൂ. ഞാൻ നിൻ്റെ ദൈവത്തോട് പ്രഖ്യാപിച്ചേ പറ്റുകയുള്ളൂ. നിൻ്റെ തീ ഇറക്കണമേ എന്ന് പറഞ്ഞേ പറ്റുകയുള്ളൂ. എൻ്റെ ഹൃദയം കൊണ്ട് ഞാൻ യാത്ര പറയുന്നു പറഞ്ഞേ പറ്റുകയുള്ളൂ. എല്ലാം വിട്ടുപിരിയാതെ ഒരിക്കലും ദൈവകൃപ സ്റ്റേബിളായിട്ട് നിൽക്കുകയില്ല. ആരെന്തെല്ലാം പറഞ്ഞാലും ശരി, ഞാൻ അനുഭവിക്കുന്ന ഒരു സത്യമാണ് പറഞ്ഞത്. ദൈവകൃപ മാറാതെ നിൽക്കണമെങ്കിൽ, ദൈവകൃപ സ്ഥിരമായി നിൽക്കണമെങ്കിൽ എല്ലാ അറിയുന്ന പാവങ്ങളും വിടണം. ചില പറയുന്നുണ്ട് അറിഞ്ഞൊരു പാപം ചെയ്യില്ലെന്ന്. ഞാൻ ഒന്നുകൂടെ പറയട്ടെ, അറിയാതെയാണേലും എങ്ങനെ പാപം വരുന്നത്? ഞാൻ അറിയാതെ പാപം വരുമോ? അകത്ത് കിടക്കുന്ന, ഞാൻ അറിയാതെ കിടക്കുന്ന പാവങ്ങൾ ഞാൻ കഴുകിക്കളഞ്ഞാൽ ഒരു പാപവും അറിയാതെ വരത്തില്ല. ഒരു കോപം അറിഞ്ഞുകൊണ്ടാണ് വരുന്നത്? മനഃപൂർവ്വമാണോ കോപം വരുന്നത്? അല്ല, അറിയാതെയാണ് വരുന്നത്. പക്ഷെ അത് പാപമല്ലേ? ജനങ്ങൾ ഓരോ കച്ചിത്തുരുമ്പേ കയറി പിടിക്കുക. അറിയാതെ പാപം വരുന്നൊരു വിഷയമില്ല. നിന്റെ ഹൃദയത്തിൻ്റെ ഉള്ളത്തിൽ നീ അതിനോട് മല്ലടിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ കിടന്ന് കഴുകൽ പ്രാപിക്കാതെ പാപമുള്ളതുകൊണ്ടാണ് അറിയാത്തപ്പോഴും അത് വരുന്നത്. ചിന്തയിൽ പാപം വരുന്നു. എന്തുകൊണ്ട്? ചിന്താമണ്ഡലം വിശുദ്ധമാക്കാൻ ദൈവസേനയിൽ കിടക്കാറുണ്ടോ? ദൈവത്തോട് പ്രാർത്ഥിക്കാറുണ്ടോ? എൻ്റെ ചിന്താമണ്ഡലം എനിക്ക് വിശുദ്ധമാക്കി തരണം. അന്യൻ ചിന്ത വരരുത്. ലോക ചിന്ത കയറി വരരുത്. പിശാചിൻ്റെ അവകാശമുള്ളതല്ല ഇത്. നിനക്ക് വേണ്ടി വേർതിരിക്കപ്പെട്ട ഈ മൺകൂടാരത്തിൽ പിശാച് കയറാൻ പാടില്ല. പ്രഖ്യാപിക്കാൻ പറ്റുമോ? ദാഹം വേണം. 3ാമത്തെ കാര്യം വേണം, ദാഹം. എന്താണ് ദാഹം? സങ്കീർത്തനം 12 പറയുന്ന പോലെ, ഇപ്പോൾ ഞാൻ എഴുന്നേക്കും, രക്ഷയ്ക്കായി കാക്ഷിക്കുന്നവനെ ഞാൻ അതിൽ ആക്കും. ദാഹിക്കുന്നവൻ വരട്ടെ. ഉത്സവത്തിൻ്റെ ഒടുക്കത്തെ നാളിൽ യേശു എന്നുകൊണ്ട് പറഞ്ഞത്, ദാഹിക്കുന്നവൻ വരട്ടെ. വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്നും
തിരുവെഴുത്ത് പറയുന്ന പ്രകാരം ജീവജലനദി ഒഴുകും. ദാഹിക്കുന്നവൻ വന്ന് കുടിക്കട്ടെ. കൃത്യമായിട്ട് പറയുകയാണ്, ദാഹമുള്ളവർക്ക് മാത്രമുള്ളതാണ് ഈ വഴി. ദാഹമെന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിലേക്കുള്ള ലക്ഷ്യം. പല കാര്യം വെച്ചുകൊണ്ട് ദൈവസ്നേഹം കിട്ടുകയില്ല. ഒരേ ഒരു കാര്യം, ലോകത്തിലുള്ള സകലനം വിട്ട്, ജഡത്തിൻ്റെ താല്പര്യങ്ങൾ വിട്ട്, സ്വന്തം ആത്മീയം വിട്ട്, സ്വന്തം ശരികൾ വിട്ടിട്ട് ഒറ്റ കാര്യം, എനിക്ക് പരിശുദ്ധാത്മാവിനെ വേണം, എനിക്ക് ദൈവത്തിൻ്റെ കൃപ വേണം, ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷൻ വേണം. എനിക്ക് പാപം വരുന്ന ഒരു അവസ്ഥ എൻ്റെ ജീവിതത്തിൽ വരാൻ പാടില്ല. ഈ വേദപുസ്തകം എഴുതിയിരിക്കുന്നത് ഈ കാലഘട്ടത്തിൽ അനുസരിക്കാൻ പറ്റുന്ന ഒരാളാണെന്ന് എനിക്ക് തെളിയിക്കണം. കർത്താവേ, നീ സർവശക്തനാണെന്ന് എനിക്ക് തെളിയിക്കണം. നീ മനുഷ്യൻ്റെ ഹൃദയത്തിലേക്ക് ഇറങ്ങി വരുന്നവനാണെന്ന് എനിക്കൊന്ന് തെളിയിക്കണം. കർത്താവേ, നിൻ്റെ കൃപ എൻ്റെ മേലുണ്ടെന്ന് എനിക്കൊന്ന് തെളിയിക്കണം. എൻ്റെ കർത്താവേ, നിൻ്റെ വചനം അനുസരിക്കുന്ന ഒരു മനുഷ്യനാണെന്ന് എൻ്റെ ജീവിതം കൊണ്ട് എനിക്ക് തെളിയിക്കണം. ദാഹമുണ്ടോ? സങ്കീർത്തനം 17:5, 116:8 2 വാക്യങ്ങൾ വായിക്കാം. എന്റെ നടപ്പ് നിന്റെ ചുവടുകളിൽ തന്നെ ആയിരുന്നു, ആ, എന്റെ കാൽ വഴുതിയതുമില്ല. എൻ്റെ കാൽ വഴിയതുമില്ല. നിന്റെ വചനപ്രകാരം ജീവിച്ചാൽ വീഴ്ച സംഭവിക്കുകയില്ല. എൻ്റെ ദൈവത്തിന് സ്തോത്രം. കൽപ്പനകൾ തന്നിട്ടുണ്ട്. കൽപ്പന അനുസരിക്കാനുള്ള കൃപ ദൈവത്തിന് ചോദിച്ചും വാങ്ങിക്കണം. ശത്രുവിൻ്റെ അവകാശം കണ്ടുപിടിച്ച് ദൈവസന്നിധി ഇരുന്ന് പ്രാപിക്കാനുള്ള, അതിനെ മാറ്റാനുള്ള കൃപ ദൈവത്തിന് പ്രാപിക്കണം. വീഴ്ചയില്ല. 116:8 പറയുന്നു, എൻ്റെ കാലിനെ വീഴ്ചയിൽ നിന്നും എൻ്റെ കണ്ണിനെ കണ്ണീരയിൽ നിന്നും രക്ഷിച്ചിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഈ പഴയ പിതാക്കന്മാർ ഇതൊക്കെ അനുഭവിച്ചിരിക്കുന്നു. നമുക്കോ? പ്രിയപ്പെട്ടവരെ, ഒരു വാക്യം കൂടെ ഉണ്ട്. നമുക്കൊരു കാത്തിരിപ്പ് വേണം. 1, ഒരു വിശ്വാസം വേണം. 2, ഒരു ദാഹം വേണം. 3, നമുക്കൊരു സമർപ്പണം വേണം. 4, ഈ കർത്താവ് എന്നെ രക്ഷിക്കും, എനിക്കിതിന് സാധിക്കുന്നുള്ള ഉറപ്പ് ദൈവത്തിന് കൊടുക്കുകയും വേണം. അത് ഞാനാണ് കൊടുക്കേണ്ടത്. എന്നിട്ട് പോരാ, ഒരു കാത്തിരിപ്പൂട് വേണം. നമ്മൾ വിചാരിക്കുന്ന സമയത്ത് കിട്ടണമെന്നില്ല. അപ്പോൾ ആ സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്, ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു, അവൻ എൻ്റെ നിലവിളി കേട്ടു, നാശകരമായ കുഴിയിൽ നിന്നും കുഴിഞ്ഞ ചേറ്റിനെന്നെ കരയെത്തി, എൻ്റെ ഉറപ്പുള്ള പാറമേൽ എന്നെ നിർത്തി, എൻ്റെ ഗമനത്തെ സ്ഥിരമാക്കി, എൻ്റെ നാവിൽ പുതിയൊരു പാട്ട് തന്നു. ഇതൊക്കെ ഇന്ന് ആരെങ്കിലും ഇത് പറയാറുണ്ടോ? ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, കാത്തിരുന്ന് എന്തേ കാത്തിരിക്കുക എന്ന് പറഞ്ഞാൽ ആര്? കാത്തിരിക്കുന്ന വ്യക്തി, അവൻ്റെ ഏറ്റവും വലിയ കാത്തിരിപ്പെന്ന് പറയുന്ന ജീവിതത്തിൽ പുറകോട്ട് തിരിഞ്ഞു നോക്കിയിട്ട് പിശാച് അവകാശം പറയുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് കണ്ടുപിടിച്ചിട്ട് അതിനോട് ഓരോന്നോരോന്നായി എണ്ണി ഉപേക്ഷിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ തീരുമാനം എടുക്കുന്നതാണ്. അത് ചിലപ്പോൾ നീണ്ടെന്നിരിക്കും, സാരമില്ല, നിരാശ വരില്ല, ഭാരം വരില്ല. അങ്ങനെ ഒരു കാത്തിരിപ്പ് നമുക്കുണ്ടോ? ആരെയും കാണിക്കാനോ കറിക്കാനൊന്നുമല്ല, ഒരു കാത്തിരിപ്പ്, പരിശുദ്ധാത്മാവിന് വേണ്ടിയുള്ള കാത്തിരിപ്പ്, ആത്മനിറവിന് വേണ്ടിയുള്ള കാത്തിരിപ്പ്. വീഴ്ചയ്ക്ക് സംഗതിയുണ്ടോ? ഒരു വീഴ്ചയും സംഭവിക്കത്തില്ല. സമാധാനമായിട്ട്, സന്തോഷമായിട്ട്, കുടുംബത്തിന് സ്വസ്ഥത കൊടുത്തുകൊണ്ട്, ദേശത്തിന് സ്വസ്ഥത കൊടുത്തുകൊണ്ട് നമ്മളൊരാൾ നിൽക്കുന്നതാണ് ദൈവത്തിൻ്റെ ഏറ്റവും വലിയ സന്തോഷം. ദൈവനാമം മാത്രം മഹത്വപ്പെടാനിടയാകട്ടെ. ദൈവത്തിന് സ്തോത്രം.